വെൽക്കം ഓൾ ഓഫ് യു. നമ്മുടെ ഇന്നത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. സബ്ജക്റ്റ് ഇത്രയേ ഉള്ളൂ: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? കേൾക്കുമ്പോൾ വളരെ ഈസിയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. എന്നാൽ സത്യത്തിൽ അതല്ല. പഠിക്കാൻ ഏറ്റവും കോംപ്ലിക്കേറ്റഡായ, ആർക്കും അറിയാത്തൊരു വിഷയമാണ് ഈ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും തമ്മിലുള്ള ബന്ധം. അതിൻ്റെ കാരണം, ചിലരൊക്കെ വിചാരിക്കുന്നത് ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കിട്ടും, നമുക്ക് മൊത്തം അറിയാൻ കഴിയും എന്നാണ് ഇന്നത്തെ തലമുറ. അത് ഞാൻ പറയാൻ കാര്യം, ജസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിളിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ജിമെയിൽ നിങ്ങൾക്കറിയാം. ഈ ജിമെയിൽ എന്നാണ് ജനിച്ചത്? ബർത്ത്ഡേ ഓഫ് ജിമെയിൽ നിങ്ങൾക്കറിയാമോ? എനിക്കറിയാം. 2004 ഏപ്രിൽ 1 ഈ ജിമെയിൽ വന്നിരിക്കുന്നത്. അതിനു മുമ്പ് അതില്ലായിരുന്നു. അപ്പോൾ ഏതാണ്ട് എന്നെപ്പോലെ ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്ക്, വെറുതെ വയസ്സ് മാത്രം കഴിഞ്ഞാൽ പോരാ, ഇലക്ട്രോണിക്സ് ഫീൽഡിൽ സ്ഥിരമായി നിൽക്കുകയും എന്നും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടും ഇരിക്കുന്ന, ഇതുവരെ അപ് ടു ദാറ്റ്, അന്ന് മുതൽ ഇന്ന് വരെ അപ്ഡേറ്റും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത്ര വ്യക്തമായും ആധികാരികമായും ഇതിനെക്കുറിച്ച് പറയാൻ കഴിയൂ. കാരണം ഗൂഗിൾ ജനിച്ചതെന്നാണ് ഞാൻ കണ്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും. ബട്ട് ഞാൻ അന്ന് ആദ്യമായി ക്രിയേറ്റ് ചെയ്തത്, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എൻ്റെ ഒരു ഇമെയിൽ ഐ ഡി എന്ന് പറഞ്ഞാൽ വെരി സിമ്പിളാണ്. ഞാനന്ന് മാഗസിൻ്റെ എഡിറ്ററായിരിക്കുന്ന സമയത്ത് ബാബു എന്ന പേരിൻ്റെ കൂടെ എഡിറ്റർ babu@gmail.com, സിമ്പിൾ. അന്നൊക്കെ നമ്മൾ എന്തങ്ങോട്ട് യൂസർ നെയിം കൊടുത്തു കഴിഞ്ഞാലും അപ്പം തന്നെ അത് അലോ ചെയ്ത് കിട്ടും. അന്ന് ആളില്ല, മെയിലെടുക്കാനും ഉപയോഗിക്കാനൊന്നും ആളില്ലാത്തൊരു കാലമായിരുന്നു. ഇത് വരുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട yahoo.mail.com, rediffmail.com, hotmail.com, ഇങ്ങനെയൊക്കെ ഇതിലായിരുന്നു മെയിൽ. അവരൊന്നും അത്രയ്ക്ക് പ്രചരിച്ചില്ല. അവരൊക്കെ ഇങ്ങനെ ഒന്ന് ക്ലച്ച് പിടിച്ച് വരുന്ന സമയത്താണ് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ജിമെയിൽ വന്നത്. അപ്പോൾ എല്ലാവരും ജിമെയിലിലേക്ക് മാറി. പിന്നീടാണ് കുറേ ആൾക്കാർക്ക് ജിമെയിൽ വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞത്. ഇതോടുകൂടിയാണ് പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു അധപ്പതനം എന്ന് തന്നെ പറയാം. ആ ഫീൽഡിൽ എഴുത്തുകൾ, ഇൻലൻഡുകൾ, കാർഡുകൾ ഇതൊക്കെ കട്ടായി. ഞാൻ തന്നെ ആഴ്ചയിലൊക്കെ ഒരു മെയിലൊക്കെ അയക്കും. അന്ന് മൊബൈൽ ഫോണില്ലല്ലോ. നമുക്ക് ഏതാണ്ടൊരു ആഴ്ചയ്ക്ക് ഒരു ദിവസം ഇൻ്റർനെറ്റ് കഫേകൾ ആദ്യമായിട്ട് വന്നത് കേരളത്തിൽ, ഇൻ്റർനെറ്റ് കഫേകൾ. അപ്പോൾ നമ്മൾ ചരിത്രത്തിലേക്ക് അധികം പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ജിമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ വളരെ, അല്ലെങ്കിൽ ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലും ഫ്ലവറൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ റെയറായിട്ടേ കിട്ടൂ. അന്ന് ഡാറ്റാസ് ഇല്ല, ഗൂഗിളിലൊന്നും ഇല്ല. അത് തന്നെ വളരെ സ്ലോ സ്പീഡാണ്. ഒരു പൂവൊക്കെ വരണമെങ്കിൽ ഓരോരോ പീസ് നമുക്കൊരു ഇവിടുന്ന് സെർച്ച് കൊടുത്തതിന് ശേഷം പോയി ഒരു കാപ്പിയൊക്കെ കുടിച്ച് വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇത് ഡൗൺലോഡ് ആയിട്ട് കാണാൻ കഴിയും. അത്ര സ്ലോ ആയിരുന്നു. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. ഞാനൊക്കെ ഇമെയിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയ കാലത്ത് ജനിച്ച ഒരു കുട്ടി ഏതാണ്ട് ഇന്ന് ഒരു 20 വയസ്സ് കാണും. +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് ചേർന്നുണ്ടാവും. അത്രയേ ഉള്ളൂ. ഈ ഒരു 20 വർഷത്തിനുള്ള ഡെവലപ്മെൻറ്റ്സ് നിരന്തരം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഞാൻ തിരഞ്ഞെടുക്കാൻ കാര്യം പലർക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവർ ഞെട്ടുകയാണ്, അത്ഭുതപ്പെടുകയാണ്. സത്യത്തിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയാത്തതാണ് ആ പ്രശ്നത്തിന് കാരണം. പുതിയ തലമുറയെ പറഞ്ഞിട്ട് കാര്യമില്ല. അന്നത്തെ ഫോൺ എന്ന് പറയുമ്പം, സെൽഫോൺ വന്ന സമയത്ത് ഒരു ചെറിയ നോക്കിയ സീമെൻസിൻ്റെ ഒരു കൊമ്പ് ആൻറ്റിനയൊക്കെ ഉള്ളൊരു ഫോണായിരുന്നു. ഇന്നതല്ല, ഇതൊക്കെ മാറി. ഇപ്പോഴത്തെ ഒരു കുട്ടി, ഒരു 17-18 വയസ്സായ കുട്ടി കാണുന്നത് ആൻഡ്രോയിഡ് ഫോണിലാണ്. അപ്പോൾ പുള്ളിക്ക് ഇത് അറിയണമെന്നില്ല. അതാണ് അതിൻ്റെ കാര്യം. ആ തലമുറ ഒരു കൈമാറ്റം അല്ലെങ്കിൽ സ്റ്റേജസ് വരുമ്പോൾ അതിൻ്റെ വ്യത്യാസം കാണും. ഞാൻ പറഞ്ഞു വന്നത്, ജിമെയിൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഡാറ്റ ഇല്ലാത്തൊരു കാലമായിരുന്നു. പിന്നീടാണ് ഡാറ്റകൾ വന്നത്. അപ്പം ഈ ഡാറ്റ എന്താണ്, ഇതെന്താണെന്നൊക്കെ പഠിക്കണമെങ്കിൽ നിങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എന്താണെന്ന്, അതിന് ഇലക്ട്രോണിക്സ് ബേസ് ഒന്നും വേണ്ട, ആർക്കും പഠിക്കുക, എല്ലാവരും പഠിച്ചിരിക്കേണ്ടതാണ്. ഇനിയുള്ള കാലത്ത് നമുക്ക് ഇലക്ട്രോണിക്സ് ഒന്നും ഇല്ലാതെ മുമ്പോട്ട് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഡാറ്റാ ബാങ്ക് മനസ്സിലായി കഴിഞ്ഞു. നമ്മളിനി നോക്കാൻ പോകുന്നത്, ഇപ്പം നിലവിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, യൂട്യൂബിൽ സെർച്ച് ചെയ്യാം, വിക്കിപീഡിയ നോക്കാം, എനി മീഡിയംസ് ആസ് യു ലൈക്ക് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇതിൽ നിങ്ങൾ എന്ത് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് വിശദമായിട്ടൊരു ക്ലാസ് കിട്ടുന്നോ, മനസ്സിലാകത്തക്ക രീതിയിൽ കിട്ടുന്നോ ഇല്ല എനിക്കറിയാം. ഞാനിത് മുഴുവൻ സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുത്തത്. നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, ഞാൻ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. നോക്കൂ, ഇപ്പം നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്?
ഹാർഡ്വെയർ എന്ന വാക്കാൽ വിവക്ഷിക്കാവുന്ന, അതൊക്കെ പോട്ടെ, കാണാനും തൊട്ടു നോക്കാനും പറ്റുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളെയാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അഥവാ യന്ത്രാംശം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ അനുബന്ധ ഘടകങ്ങളായ കീബോർഡ്, മോണിറ്റർ, മൗസ് എന്നിവയും ഫ്ലോപ്പി ഡ്രൈവ്, CD എന്നീ മദർ ബോർഡുകൾ ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. വല്ലതും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഇതാണ് അവസ്ഥ. ഇനി അടുത്തായിട്ട് നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത്? അതിന്റെ സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത് നോക്കാം. ഇപ്പൊ വിക്കിപീഡിയയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളതിന് ജസ്റ്റ് അടുത്ത ഒരു ബാക്കിലേക്ക് പോയതിന് ശേഷം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇത്രയും ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മതി. ഞാൻ കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളിങ്ങനെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് നമ്മൾ സോഫ്റ്റ്വെയറിലേക്കുള്ള നോക്കുന്നു. ഇതാ സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. വന്നു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഇതാ നോക്കൂ. കമ്പ്യൂട്ടറിൽ ജോലി ചെയ്ത് തീർക്കാൻ ആവശ്യമായ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളും നടപടിക്രമങ്ങളും ഉപയോഗ സഹായികളും അടങ്ങുന്ന സമാഹാരമാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ അഥവാ ഗണനീതാന്ത്രാംശം. സോഫ്റ്റ്വെയർ എന്ന പദം കമ്പ്യൂട്ടറുമായി ബന്ധപ്പെടുത്തി ആദ്യം ഉപയോഗിച്ച 57 ജോൺ W. ടക്കി അങ്ങനെ കണ്ടുപിടിച്ച ആളെ കുറിച്ച് പറയുന്നു. റാമിലേക്ക് നിറയ്ക്കുന്നു, പ്രോസസ്സിംഗ് യൂണിറ്റ് നടപ്പാക്കുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർഡ്വെയർ എന്താണ്, സോഫ്റ്റ്വെയർ എന്താണ് മനസ്സിലാവും. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതൊക്കെ നിങ്ങൾ ഇരുന്ന് അങ്ങനെ സെർച്ച് ചെയ്യും, മൊത്തം സെർച്ച് ചെയ്തിട്ട് പഠിക്കും. എന്നിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നതിൽ എന്താണ് വാസ്തവം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെയാണ് നമുക്ക് ഇത്ര നേരം സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങൾ. ഇനി നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാം. കണ്ടില്ലേ, ഇത്രയൊക്കെ കിട്ടാനുള്ളൂ. ഇത് വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. കുറച്ച് റോം ഇതൊക്കെ പിഴഞ്ഞുകൊണ്ട് നമുക്കെന്താ, ഇതൊന്നും അല്ല ഇതിൻ്റെ അടിസ്ഥാന തത്വം. ഈ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എന്നത് തികച്ചും വ്യത്യസ്തമാണ്. അത് ഇന്ന് വരെ ആരും അത് പഠിപ്പിക്കാൻ പഠിപ്പിച്ചിട്ടില്ല എന്നാണ് സത്യം. പണ്ടൊക്കെ പറയുമല്ലോ, കല്യാണത്തിരക്കിൻ്റെ ഇടയിൽ താലി കെട്ടാൻ മറന്നുപോയി എന്ന് പറഞ്ഞ മാതിരി. കല്യാണമൊക്കെ ഭംഗിയായിട്ട് നടന്നു, പക്ഷെ താലി കെട്ടാൻ മറന്നുപോയി എന്ന് പറഞ്ഞ പോലെ ഈ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും പഠിപ്പിക്കുന്ന ആൾക്കാർ, അല്ലെ പഠിപ്പിക്കേണ്ടിയിരുന്നവർ, അതിലെന്താണോ പഠിപ്പിക്കേണ്ടിയിരുന്നത് അത് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് എവിടെ വെച്ച് തുടങ്ങണം നോക്കാം. തുടങ്ങണിൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ഒരു സംഭവമുണ്ട്. മനുഷ്യ മനസ്സ്, അല്ലെ മനുഷ്യൻ്റെ സ്ഥിതി എന്താണ്, അവൻ്റെ ഡാറ്റ എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത് നോക്കണം. ഇത് പഠിച്ചാലല്ലേ, കമ്പ്യൂട്ടർ ഈസ് എ മെഷീൻ, നമ്മൾ നിർമ്മിച്ചൊരു മെഷീനാണ്. ഈ മെഷീൻ എങ്ങനെ വന്നു എന്നും ആ മെഷീനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്താണെന്നും അതെവിടെ വെച്ചാണത് ക്ലിക്കാവുന്നതെന്നും കൂടി ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ 2 രീതിയിലാണ് മെയിൻ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. നമുക്കെല്ലാം ചിത്രങ്ങളുള്ളൂ, പിക്ചേഴ്സ്, വേറെ ഒന്നും നമുക്കില്ല, എല്ലാം പിക്ചറാണ്. ഉദാഹരണം പറയാം. നമ്മളൊരു മാങ്ങ, അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കൊരു മാങ്ങയുടെ ചിത്രം വരുന്നു. തേങ്ങയുടെ ചിത്രം വരുന്നു. പിന്നെ വ്യക്തിൻ്റെ പേര്, ഇപ്പം ബാബു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഒരു പിക്ചറാണ് ആദ്യം മനസ്സിൽ വരുന്നത്, ഈ ഒരു ഫീൽഡിലുള്ള ആൾ. അല്ലെങ്കിൽ നിങ്ങളൊരു രാജനാവാം, ജോസ് ആവാം, അല്ലെങ്കിൽ മുസ്തഫ ആവാം, എനിവേ. അപ്പോൾ ഒരാളെ പേര് കേൾക്കുമ്പോൾ നിങ്ങളെ പിക്ചറാണ് വരുന്നത്. ഇനി അക്കങ്ങൾ എടുക്കാം. അക്കങ്ങളും വരുന്നത് എങ്ങനെയാണ്? 1, 2, 3 ഇങ്ങനെയൊക്കെ നമ്മൾ എഴുതുന്ന സമയത്ത് ചിത്രം, അതൊരു ചിത്രമാണ്. ആക്ച്വലി അതിനൊരു മീനിങ്ങും ഇല്ല. ആ 1 എന്ന് കാണുമ്പോൾ നമ്മളവിടെ എന്തെങ്കിലും എണ്ണണമെങ്കിൽ അതൊരു പ്രാവശ്യം മാറ്റി വെക്കണം. 2 എന്ന് കാണുമ്പോൾ 2 പ്രാവശ്യം എടുക്കണം. 30 എന്ന ചിത്രം കാണുമ്പോൾ അവിടെ എടുത്തു വെക്കണം. അപ്പം ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, മുഴുവൻ മനുഷ്യ മനസ്സിൽ നമ്മൾ സേവ് ചെയ്യുന്ന മുഴുവൻ ചിത്രങ്ങളാണ്. അപ്പോൾ അത്രയും ഭാഗം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതേ സംഭവമാണ് തമിഴ്നാട്ടിലാണെങ്കിലും ചിത്രങ്ങളാണ്, ഹിന്ദിയിലും ചിത്രങ്ങളാണ്, അറബിയിലും ചിത്രങ്ങളാണ്, ഉറുദുവിലും ചിത്രങ്ങളാണ്, എല്ലാം ചിത്രങ്ങളാണ് ഇവിടെ. ചിത്രം ശബ്ദം ഇതാണ് ബേസിക് മീഡിയ. പിന്നെ ഒന്നും കൂടെ വരുന്നുണ്ട്, ഗന്ധം, സ്മെൽ. അത് ഇലക്ട്രോണിക്സിൽ സേവ് ചെയ്യാൻ പറ്റില്ല, കെമിക്കൽ ഫോമിലാണ് ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്നത്. അതിനെ സിന്തറ്റിക് എന്നും വിളിക്കും. ഇപ്പോൾ മുല്ലപ്പൂ മണം, അല്ലെങ്കിൽ മറ്റ് ഗന്ധം, അത് കെമിക്കൽ ഫീൽഡിൽ. അതുപോട്ടെ, നമ്മളെ സംബന്ധിച്ച് ഇലക്ട്രോണിക്സ് ഫീൽഡിൽ നമ്മൾ സേവ് ചെയ്യുന്നത് മുഴുവൻ ചിത്രങ്ങളും ശബ്ദങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ വേൾഡ് മുഴുവൻ ഒന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം എല്ലാവരും തമ്മിലുള്ള ചിത്രങ്ങളും ശബ്ദങ്ങളും മാത്രമേ മാറുന്നുള്ളൂ. അതല്ലാതെ ഒരിക്കലും വേറൊരു മാറ്റം ഇവിടെ ഇല്ല. ഇപ്പോൾ മാങ്ങ, ഒരു മലയാളി അതിൻ്റെ മാങ്ങ ഇംഗ്ലീഷിലെ മലയാളത്തിലെ എത്ര അക്ഷരങ്ങളാണോ അത്രയും അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. അത് വെച്ച് അതിന് പേര് കൊടുത്തു, ഉച്ചാരണം കൊടുത്തു. മാങ്ങ എന്ന് ഉച്ചരിക്കുന്നു, മാങ്ങയുടെ പടം വരയ്ക്കുന്നു, നമ്മളത് മലയാളത്തിൽ ആ ചിത്രങ്ങൾ സേവ് ചെയ്യുന്നു. ഇതേ സാധനത്തിന് തമിഴിലേക്ക് മാറിയെന്ന് വിളിക്കുക മാങ്കായി,
അതേ ചിത്രം സെയിം, ശബ്ദം അതിൻ്റെ എഴുത്ത് ചിത്രങ്ങൾ മാത്രം മാറുന്നു. ഹിന്ദിയിലേക്ക് പോയാൽ ചിത്രം മാങ്ങ സെയിമാണ്, അതിൻ്റെ ഉച്ചാരണം മാറുന്നു. ആം ഉച്ചാരണം മാറുന്നു, അത് ഉച്ചാരണം മീൻസ് അതിൽ ലെറ്റർ മാറുന്നു, ചിത്രം മാറുന്നു, സേവ് ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെ ലോകത്ത് വേൾഡ് വൈഡ്, ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് വേൾഡ് വൈഡാണ്. വേൾഡ് വൈഡ് എല്ലാവരും സേവ് ചെയ്യുന്നത് ഈ ചിത്രങ്ങളും ഈ ശബ്ദങ്ങളും ചിത്രങ്ങളും ശബ്ദങ്ങളുമാണ്. അപ്പോൾ ഗൂഗിളിൻ്റെ അല്ലെങ്കിൽ ജിമെയിലിൻ്റെ വളർച്ച ഞാൻ പറഞ്ഞു. അതിനുശേഷം എന്ത് സംഭവിച്ചു? നമ്മൾ ചിന്തിക്കുന്നത് വേൾഡ് വൈഡാണ്. 1000, 2000, 1 ലക്ഷം, 10 ലക്ഷം, കോടി, 100 കോടി, 1000 കോടി, ഇങ്ങനെ കോടിക്കണക്കിന് ആൾക്കാർ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റഡ് ആവുന്നു. പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ആശയങ്ങൾ തിരയാൻ തുടങ്ങുന്നു. ഇതിനനുസരിച്ച് ഓരോരുത്തർ അപ്ലോഡ് ചെയ്യുന്നു. ഇങ്ങനെ വളരെ വേഗതയിൽ ഇത് നിറഞ്ഞു. എല്ലാ ഭാഷകളിലും ചിത്രങ്ങളും ശബ്ദങ്ങളും നിറഞ്ഞു. പിന്നെ ഗൂഗിളിന് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസിയായി. അതിനുശേഷമാണ് ട്രാൻസ്ലേഷൻ എന്നുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാം ഇവിടെ ഗൂഗിളിലെ ജനങ്ങളിവിടെ ലോഡ് ചെയ്തിരിക്കുകയല്ലേ. പിന്നെ ഇവർക്കതൊന്ന് സോർട്ട് ചെയ്യേണ്ട പണിയേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് ഏത് ഭാഷയിലേക്കും ഒരൊറ്റ ക്ലിക്കിലൂടെ അല്ലെ ശബ്ദത്തിലൂടെ നിങ്ങൾക്കത് സേവ് ചെയ്യാനോ തിരഞ്ഞെടുക്കാനോ സാധിക്കും. സെർച്ച് എഞ്ചിനിൽ പോയി കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാൻ പാടും. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതാണ് ഇതിൻ്റെ ആ ഒരു ഗൂഗിൾ ഇൻഡസ്ട്രി ഇത്രയധികം വളരാൻ കാരണം. അപ്പോൾ അത്രയധികം ഡാറ്റ അവർ സേവ് ചെയ്തു എന്നുള്ളതാണ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? മെഷീൻ, കമ്പ്യൂട്ടറുകൾ മെഷീനേക്കാൾ എത്ര സ്പീഡ് കൂടുന്നു എന്നുള്ളതാണ്. മെഷീനും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം, മനുഷ്യനെ നമുക്കൊരിക്കലും സ്പീഡ് കൂട്ടാൻ കഴിയില്ല. നിങ്ങളോടിപ്പോൾ ഒരു 500 പേജിൻ്റെ ബുക്ക് എടുത്ത് തന്നിട്ട് നിങ്ങൾക്കത് പേജ് 1, പേജ് 2, പേജ് 3 ഇങ്ങനെ 500 പേജ് നിങ്ങൾ എത്ര വലിയ മിടുക്കനാണെങ്കിലും നിങ്ങൾക്കതിന് മണിക്കൂറുകൾ വേണം. അത്രയും ജസ്റ്റ് വായിക്കണേ. നേരെ മറിച്ച് നമ്മളൊരു മെഷീനിലേക്കാണ് ഫീഡ് ചെയ്യുന്നതെങ്കിൽ ഇത് നമുക്ക് 1 മിനിറ്റ് കൊണ്ട് വായിക്കണോ അല്ലെങ്കിൽ 15 സെക്കൻഡ് കൊണ്ട് വായിക്കണോ, അങ്ങനെയൊക്കെ നമുക്ക് അത്ര സ്പീഡപ്പ് ആക്കാൻ കഴിയും. അപ്പോൾ മെഷീനെ കുറിച്ച് പറയുന്ന സമയത്ത് മെഷീൻ എത്ര വേണമെങ്കിൽ നമുക്ക് സ്പീഡ് കൂട്ടാം. അങ്ങനെ ഈ ചിത്രങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ മെഷീനിലേക്ക് സൂക്ഷിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതല്ല, അങ്ങനെ ചെയ്യാൻ കഴിയൂ. അതിന് നിങ്ങൾ എന്ത് വേണം? മോണിറ്റർ എന്താണെന്ന് പഠിക്കണം. ഈ മോണിറ്ററാണ് ആക്ച്വലി കമ്പ്യൂട്ടറിൻ്റെ ഒരു ഭാഗം അല്ല മോണിറ്റർ. മോണിറ്റർ എന്നത് മനുഷ്യനും കമ്പ്യൂട്ടറും തമ്മിൽ സംസാരിക്കാൻ വേണ്ടി നമുക്ക് കാണാൻ, നമ്മളെ മെമ്മറിയിൽ സൂക്ഷിക്കപ്പെട്ട ചിത്രങ്ങൾ കാണാൻ വേണ്ടിയുള്ളൊരു ടൂളാണ് മോണിറ്റർ. ഈ മോണിറ്ററിന് വേണ്ടിയാണ് കമ്പ്യൂട്ടറിൻ്റെ ഡാറ്റ അതിനെ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട ഭാഷയിലേക്ക് ചിത്രങ്ങളാക്കി മോണിറ്ററിലേക്ക് ഇടുന്നു. മോണിറ്ററിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നു. നമ്മൾ കീബോർഡ് ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്നു. അതിനെ വീണ്ടും കമ്പ്യൂട്ടർ ഡിജിറ്റൽ ഡാറ്റയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഡിജിറ്റൽ ഡാറ്റ എന്താണെന്നുള്ളത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ഭാഗമാണ്. ഞാൻ വളരെ വൃത്തിയായും ഭംഗിയായും അത് പറഞ്ഞുതരാം. സിമ്പിളാണ്. അപ്പോൾ ഈ ചിത്രങ്ങൾ എങ്ങനെ ഡിജിറ്റൽ ഡാറ്റ ആയി കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ചിത്രങ്ങളെ സേവ് ചെയ്യുന്നു. ഇനി നമ്മളെങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? എല്ലാം കമ്പയർ ചെയ്തിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നിങ്ങൾ കുട്ടിക്കാലം മുതൽ ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പറ അതിൻ്റെ ചിത്രം കാണിക്കുന്നു, ആനയുടെ ചിത്രം കാണുന്നു, ഒട്ടകത്തിൻ്റെ ചിത്രം കാണുന്നു. ഇതൊക്കെ നിങ്ങളെ മെമ്മറിയിൽ സേവ് ചെയ്തിരിക്കുന്നു. കമ്പ്യൂട്ടർ മെമ്മറിയല്ല, ഇത് കെമിക്കൽ മെമ്മറിയാണ്. മെമ്മറിയിൽ സേവ് ചെയ്തിരിക്കുന്നു. എത്രത്തോളം മെമ്മറിയിൽ നിങ്ങൾ ചിത്രങ്ങളും ശബ്ദങ്ങളും സേവ് ചെയ്തിരിക്കുന്നോ എന്നുള്ളതാണ് നിങ്ങളുടെ ബുദ്ധിശക്തി അല്ലെ മെമ്മറി കപ്പാസിറ്റി അളക്കാനുള്ള മാനദണ്ഡം. എല്ലാം നിങ്ങൾ അവിടെ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ മനുഷ്യ മനസ്സിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ശരീരത്തിന് നമുക്ക് സ്വാദുകളും ഗന്ധങ്ങളും കൂടി സേവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്നാൽ മെഷീൻ കമ്പ്യൂട്ടറിന് ഇതുവരെ അത് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ചിത്രങ്ങളും ശബ്ദങ്ങളും സേവ് ചെയ്യുന്നത് പെർഫെക്റ്റ്ലി ഓക്കെ എന്ന് പറയാം. സ്വാദും ഗന്ധവും അത് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതുവരെ വന്നില്ല. റീപ്രൊഡ്യൂസ് ചെയ്യാനും അത് കെമിക്കൽ ഇൻഡസ്ട്രിയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഈ മോണിറ്ററിൻ്റെ ആവശ്യം, മോണിറ്ററാണ് നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ മോണിറ്ററിൽ ഒരു ചിത്രങ്ങൾ വരുന്നതെന്ന് നോക്കണം. പിന്നെ നിങ്ങൾക്കറിയാലോ ഫോൺസ് എന്നൊക്കെ പറയും. അതിപ്പോൾ മലയാളത്തിലാണെങ്കിലും
ബേസിക് അക്ഷരങ്ങൾ ഒന്നായിരിക്കും, അതിനെ കൂടുതൽ നമുക്ക് ഭംഗി കൂട്ടാനും അല്ലെങ്കിൽ അതിൻ്റെ അളവും സൈസൊക്കെ മാറ്റാൻ വേണ്ടിയാണ് ആ ഓരോ ചിത്രത്തിനെയും വ്യത്യസ്ത രീതികൾ ആർട്ടിസ്റ്റ് അത് വരച്ച് എടുക്കുന്നു. അതിനെ ഫോണ്ട് എന്നറിയപ്പെടുന്നു, ഫോണ്ടുകൾ, വ്യത്യസ്ത ഫോണ്ടുകൾ. പിന്നെ ചിത്രം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പൂച്ചേൻ്റെ ചിത്രം എടുക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഫ്രണ്ട് വ്യൂ മാത്രമല്ല, സൈഡ് വ്യൂ, മുകളിൽ നിന്നുള്ള വ്യൂ, താഴത്തു നിന്നുള്ള വ്യൂ, ഇങ്ങനെ എല്ലാ വ്യൂസും വേണം, എങ്കിലേ അതിന് പൂർണ്ണതയുള്ളൂ. അല്ലെങ്കിൽ വേറെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റൈൽ വരുമ്പോൾ ചില കോംപ്ലിക്കേഷൻസ് വരും. അപ്പം ചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളും ഇപ്പം ഒരു ജീവിൻ്റെ എല്ലാ ആംഗിൾസും കാണുന്നില്ലേ? ഇപ്പോൾ ഒരു പട്ടി ഓടിപ്പോവുകയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് കാണുന്നു, സൈഡ് കാണുന്നു, മുകളിൽ നിന്ന് കാണുന്നു. ഇതുപോലെ ഓരോ രൂപത്തിൻ്റെയും, ഒരു വാഴ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ തെങ്ങ് കാണുകയാണെങ്കിൽ നിങ്ങളിതിൻ്റെ 3D വിഷ്വൽസ് മുഴുവൻ നിങ്ങൾക്ക് എല്ലാ ആംഗിൾസും 360 ഡിഗ്രീസും നിങ്ങളുടെ മനസ്സിൽ സേവ്ഡാണ്, ചിത്രം സേവ്ഡാണ്. അത് വെച്ചാണ് നിങ്ങൾ മറ്റ് ചിത്രങ്ങൾ കാണുമ്പോഴും അല്ലെങ്കിൽ മറ്റൊരു ചെടി കാണുമ്പോഴും കമ്പയർ ചെയ്ത്, ഓ ആ ചിത്രം വന്നു, അതിൻ്റെ പേര് തെങ്ങ്, ഓ ഇതിൻ്റെ പേര് മാവ്, ഇത് പ്ലാവ്. ഈ ചിത്രങ്ങൾ കമ്പയർ ചെയ്ത് നിങ്ങൾ വീണ്ടും അതൊരു ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഈ ശബ്ദം അടുത്ത ആൾ കേൾക്കുന്നു, അയാളുടെ ചിത്രം എഴുതുന്നു, അയാൾക്കും മനസ്സിലാവുന്നു. ഇങ്ങനെയാണ് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇനി മോണിറ്ററിൽ എങ്ങനെയാണ് നമ്മൾ ഈ ചിത്രങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന പടങ്ങളൊക്കെ ഡിജിറ്റലി കൺവെർട്ട് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ സേവ് ചെയ്യുന്നതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി മെഷീൻ്റെ സ്പീഡിനെ കുറിച്ചുകൂടി പറഞ്ഞുതരാം. മെഷീൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് മോട്ടോർ, നിങ്ങൾക്കറിയാം. ആ മോട്ടോർ നമുക്ക് വോൾട്ടേജും അതിൻ്റെ വൈൻഡിങ്സും മാറ്റുന്നതിനനുസരിച്ച് എത്ര വേണമെങ്കിൽ സ്പീഡ് കൂട്ടാം. RPM ഒരു മിനിറ്റിൽ 500 കറങ്ങണോ, 3000 കറങ്ങണോ, 1,00,000 കറങ്ങണോ, 10,00,000 കറങ്ങണോ, ദർ ഈസ് നോ ലിമിറ്റ്. ഇപ്പം ഒരു മോട്ടറിനെടുത്ത് നമ്മൾ 3600 RPM കറങ്ങുന്നതിനെ വോൾട്ടേജൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് 1,00,000 ആക്കി എന്ന് വിചാരിക്കാം. മിനിറ്റിൽ എന്ത് സംഭവിക്കും? പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. അതിൻ്റെ ബിയറിങ്ങിലാണല്ലോ അതിൻ്റെ റോട്ടർ കറങ്ങുന്നത്. ബിയറിങ് ചൂടാവുന്നു, അതിൻ്റെ റോട്ടറൊക്കെ പഴുത്ത് ഇരുമ്പൊക്കെ മഞ്ഞ നിറമാകുന്നു, ചൂടാവുന്നു. അപ്പോൾ അവിടെ ഫോൾട്ട് എന്താണെന്ന് പറഞ്ഞാൽ RPM കൂട്ടുമ്പോൾ ചൂടാവുന്നു അല്ലെങ്കിൽ കമ്പി പഴുത്തു പോകുന്നു എന്ന തിരിച്ചറിവ് നമ്മൾ വരുമ്പോൾ ഉടൻ അടുത്ത റിസർച്ചിലേക്ക് പോയി. അടുത്ത റിസർച്ച് എന്താണ്? ഈ ചൂട് എങ്ങനെ കുറയ്ക്കാം. അപ്പോൾ നമ്മൾ അടുത്ത മോട്ടോറിൻ്റെ ഷാഫ്റ്റുകൾ ഉപയോഗിക്കുമ്പം 50,00,000 സ്പീഡ് എത്തിയാലും അതിൽ ചൂടാവാത്ത ഒരു മെറ്റീരിയലോ അതിനനുസരിച്ചൊരു കൂളിംഗ് സിസ്റ്റങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും വർദ്ധിപ്പിക്കാം. അങ്ങനെ അൺലിമിറ്റഡായിട്ട് എത്ര വേണേ മെഷീനുകളുടെ സ്പീഡ് നമുക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കാം. പക്ഷെ മനുഷ്യൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ പറ്റില്ല. അത് കാരണമാണ് ഈ മെഷീനറികൾക്ക് ഇത്ര സ്പീഡ് വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ഈ മോണിറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഒരു ചിത്രത്തെ എങ്ങനെ അല്ലെങ്കിൽ ഫോട്ടോയെ എങ്ങനെ ഡിജിറ്റലി കൺവെർട്ട് ചെയ്തിട്ട് നമ്മളത് സേവ് ചെയ്യുന്നു. അപ്പോൾ ഗേറ്റുകൾ എന്താണ്, മൈക്രോ പ്രോസസർ, മൈക്രോ കൺട്രോളർ, ഇതൊക്കെ എന്താണെന്നുള്ളതിൻ്റെ ഒരു ആമുഖം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി വളരെ വ്യക്തമാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ മനുഷ്യൻ്റെ ചിത്രങ്ങളാണ് മനസ്സിൽ സൂക്ഷിക്കുന്നത്, ശബ്ദങ്ങളാണ് സേവ് ചെയ്ത് വെക്കുന്നത്. ഇത് രണ്ടും ഉപയോഗിച്ചാണ് എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു തർക്കവും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഇതൊന്നും നിങ്ങളിപ്പോൾ എവിടെയും ഗൂഗിളിൽ ഇത്രയും ദിവസമൊക്കെ സെർച്ച് ചെയ്തു കണ്ടിട്ടില്ല, പഠിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഥവാ അങ്ങനെ ആരെങ്കിലും സെർച്ച് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ, നമുക്കൊന്ന് അറിഞ്ഞിരിക്കാമല്ലോ, നല്ലതല്ലേ. ജസ്റ്റ് ഇനി നമ്മൾ നോക്കുമ്പോൾ ചിത്രങ്ങളെ മോണിറ്റർ, കമ്പ്യൂട്ടർ മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ നിങ്ങൾ ഈ ഡിജിറ്റലി നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണമെങ്കിൽ എങ്ങനെയാണ് മെഷീനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് അറിയണ്ടേ. അപ്പോൾ അതിന് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് അതിനൊരു പേര് കൊടുത്തു, മെഷീൻ ലാംഗ്വേജ്. നമ്മൾ സംസാരിക്കുന്ന മലയാളം ആയതുകൊണ്ട് അതിനെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്, മലയാളം ഒരു ലാംഗ്വേജ് ആവുന്നു, ഹിന്ദി ഒരു ലാംഗ്വേജാണ്. അപ്പോൾ മെഷീൻ ഒരു ലാംഗ്വേജ്, മെഷീന് സൂക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് കൂടി പഠിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ബാക്കി കമ്പ്യൂട്ടറിൻ്റെ വേഗത, ഈ സെർച്ച് എഞ്ചിനുകൾ എങ്ങനെയാണ് ഇത്ര സ്പീഡിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊന്നൊരു സ്പീഡല്ല, ഇനി ശരിയായ സ്പീഡ് വരാൻ പോകുന്നേ ഉള്ളൂ. കാര്യം പണ്ടത്തെ അത്ര ബുദ്ധിമുട്ടില്ല ഇനി എന്തും ചെയ്യാൻ. കാരണം 10-20 വർഷം കൊണ്ടാണ് ഈ ലെവലിലെത്തിയത്. ഈ 20 വർഷം കൊണ്ട് ഡെവലപ്പായ ടെക്നോളജി ഇനി ചിലപ്പം 20 മാസം കൊണ്ടോ അല്ലെങ്കിൽ 20 ദിവസം കൊണ്ടോ ആവാം. കാര്യം അത്രയധികം ആവശ്യമായ സാധനങ്ങളൊക്കെ നമുക്കവിടെ സ്വരൂപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ നേട്ടം. ജസ്റ്റ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നു മോണിറ്ററിൽ നിന്ന് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ചിത്രത്തെ ഡിജിറ്റലി കൺവേർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വിശദമായി നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്
ഒരു സാധാരണ ഒരു ബോർഡിൽ, വൈറ്റ് ബോർഡിലൊക്കെ നമ്മളെങ്ങനെയാണ് ഇപ്പോൾ ഒരു അക്ഷരം എഴുതുന്നത്? 1 എന്നുള്ളൊരു അക്ഷരം 1, 2 ആണെങ്കിൽ 2, 7 ആണെങ്കിൽ 7, ഇങ്ങനെ എഴുതുന്നു. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. ജസ്റ്റ് റിമൂവ് ചെയ്ത്. ഇനി അക്ഷരങ്ങളാണെങ്കിലോ, മലയാളമാണെങ്കിൽ ആ, അല്ലെ ഹിന്ദിയിലാണെങ്കിൽ ഇങ്ങനെ ആ. ഇതാണ് ചിത്രങ്ങൾ, ഞാൻ പറഞ്ഞ ചിത്രങ്ങളാണത്. മറിച്ച് നമ്മളിനി മോണിറ്ററിലേക്കാണ് വരുന്നത്. മോണിറ്റർ എന്ന് പറയുമ്പോൾ പിക്ചർ മാറി. മോണിറ്റർ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് മുഴുവൻ LED ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ഒരു മോണിറ്റർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ LED ഏതൊക്കെ ഓണാവുന്നു എന്നുള്ളതിനനുസരിച്ചാണ് അവിടെ അക്ഷരം തെളിഞ്ഞു വരുന്നത്. ഇപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫ്രെയിം, ഒരു അതിർത്തി വേണമല്ലോ. അത് അപ്പോൾ നമ്മളൊരു ഫ്രെയിം എന്ന് പറയുന്നതിന് ഇതിപ്പോൾ ഏകദേശം നമ്മളൊരു 12 ഇഞ്ച് നീളം, ഒരു 8 ഇഞ്ച് ഹൈറ്റ്, ഇതാണ് നമ്മളിതിൻ്റെ ഫ്രെയിം എടുത്തിരിക്കുന്നത്. ഒരു സ്ക്വയർ ഫ്രെയിം എടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിനുള്ളിൽ എത്ര LED ഉപയോഗിക്കണം എന്നാണ് ആദ്യം തീരുമാനിക്കുന്നത്. LED ഇപ്പോൾ LED എത്ര എണ്ണം വരും? 2.5 mm വലിയ LED ആണെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ LED ഒരു പ്ലാസ്റ്റിക് ബോർഡോ എന്തെങ്കിലും എടുത്ത് ഹോൾസ് ഇട്ടിട്ട് 1, 2, 3, 4, 5, 6, 7, 8, പിന്നെ വീണ്ടും ഒരു 8 കൂടി, 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 1 മുതൽ ഇവിടെ 8, ഇവിടെ 16 LED നമ്മളിങ്ങനെ വെച്ചു. അപ്പോൾ നിങ്ങൾക്കറിയാം ഓരോ LEDക്കും 2 ലൈനായിരിക്കും. ഒന്നിൽ നമ്മൾ പോസിറ്റീവ് സപ്ലൈ കൊടുക്കണം, ഒന്നിൽ നെഗറ്റീവ് കൊടുക്കണം. ആ സമയത്ത് LED ഓൺ ആവുന്നു, അല്ലാത്ത സമയത്ത് ഓഫ് ആവുന്നു. അത്രയും നിങ്ങൾക്കറിയാം. അങ്ങനത്തെ LED ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു? 16 LED വെച്ചതുകൊണ്ട് ഇങ്ങനെ വെച്ചു. അപ്പോൾ ഇനി നമ്മൾ ഹൊറിസോണ്ടൽ എന്ന് പറയാം. ഇങ്ങനെയുള്ളതിന് ഹൊറിസോണ്ടൽ. ഇനി വെർട്ടിക്കൽ, താഴോട്ട്. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ. ഇങ്ങോട്ട് എത്ര എണ്ണം വേണം? ഇങ്ങോട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇങ്ങോട്ട് 16 വെച്ചത് ഇങ്ങോട്ട് 8 എണ്ണം കൊടുക്കാം. അപ്പോൾ ഇത് 1, 2, 3, 4, 5, 6, 7, 8 LED ഇങ്ങനെ വെച്ചു. താഴോട്ടും വെച്ചു. 8 LED താഴെയും വെച്ചു. ഇങ്ങനെ 16 LED, ഇങ്ങനെ 8 LED. ഇനി ഇതിനെ നമുക്ക് ഫില്ല് ചെയ്യണം. ഇത് മുഴുവൻ ഫില്ല് ചെയ്യണം. കംപ്ലീറ്റ് ഇവിടെ LED വെച്ച് ഫില്ല് ചെയ്യണം. അങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് എത്ര വരും? ഏകദേശം കൂട്ടി നോക്കാം. 16 × 8, 16 എണ്ണം ഇങ്ങനെ ഹൊറിസോണ്ടലി 8 എണ്ണം. 16 × സമം 128 LEDs വന്നു. ടോട്ടൽ ഈ ഒരു ഫ്രെയിമിൽ നമുക്ക് 128 LED വന്നു. ഇനി അതിൻ്റെ വയറുകൾ എത്രയായിരിക്കും നോക്കാം. ടോട്ടൽ ഒരു LEDക്ക് 2 വയർ. ഇത്രയും വയർ ഇവിടെ ഇങ്ങനെ കേബിൾ വഴി എത്തിക്കുകയാണെങ്കിൽ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ പോകുമ്പോൾ 1 മുതൽ 128 വയറുകൾ വന്നു. ഇവിടെ ഡബിൾ ലൈൻ 128 വയർ പോസിറ്റീവിനും 128 നെഗറ്റീവിനും. അത്രയും പോസിറ്റീവ്. അപ്പോൾ 128 വയർ നെഗറ്റീവിനും വന്നു. അപ്പോൾ എത്ര വന്നു? 6, 5, 256 വയറുകളാണ് ടോട്ടൽ വരുന്നത്. 256 വയർ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 256 വയറിൽ 128 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ 128 വയറുകളും കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ കോമൺ ആയിട്ട് നെഗറ്റീവ് ഗ്രൗണ്ട് ചെയ്തു. 128 വയർ നമ്മളിവിടെ ഗ്രൗണ്ട് ചെയ്തു. ഇനി ബാക്കി എത്ര ഉണ്ട്? ബാക്കി 128 വയറിന് ഇവിടെ 128 സ്വിച്ചുകൾ കൊടുക്കുന്നു. 1, 2, 3, 4, 5 ഇങ്ങനെ പോയി 128 സ്വിച്ച്. 1 മുതൽ 128 സ്വിച്ച്. ഇനി ഇവിടേക്ക് കൊടുക്കേണ്ടത് പോസിറ്റീവാണ്. ഈ സ്വിച്ച് നമ്പർ 1ലേക്ക് ഞാൻ പോസിറ്റീവ് കൊടുത്താൽ ഇവിടെ 1ാമത്തെ LED തെളിയും. അപ്പോൾ നമുക്ക് ഈ നമ്പർ ചെയ്യാം. നമ്പർ ചെയ്യുന്ന പഴയ പോലെ തന്നെ 1, 2, 3, 4 ഇങ്ങനെ 16. പിന്നെ ഇവിടെ 17 സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ 32 അവസാനിക്കുന്നു. അങ്ങനെ 33 തുടങ്ങുന്നു. ഇങ്ങനെ വന്ന് അവസാനത്തെ LED നമ്പർ 128 ആയിരിക്കും. ഇത്രയും സംഗതി മനസ്സിലായിരിക്കും. 1 മുതൽ ഇങ്ങനെ വരുന്നു. ഇനി ഇതിനെ തന്നെ നമുക്ക് വേറെ രീതിയിൽ കൂടി നമ്പർ ചെയ്യാം. ഇത് 1ാമത്തെ നമ്പറിംഗ് സിസ്റ്റം. 1, 2, 3 അങ്ങനെ കൊടുത്തു. 128 LED കൊടുക്കുന്നു. അതിൽ ആകെ 256 വയർ. ഒരു LEDക്ക് 2 വയർ എന്ന നിലയിൽ 256 128 LED കോമൺ ആയി എടുത്തുകൊണ്ട് നമ്മൾ ഗ്രൗണ്ട് ചെയ്തു. ഇനി 128 പോസിറ്റീവ് കിട്ടേണ്ടത് നമ്മളിവിടെ ഓരോന്ന് കൊടുത്തപ്പോൾ അതിൽ പോസിറ്റീവ് ഏതിലാണോ, ഇപ്പം 32ാമത്തെ സ്വിച്ചിലാണ് കൊടുത്തെങ്കിൽ ഇവിടെ 32ാമത്തെ LED ഓൺ ആവും.
100ാമത്താണ് കൊടുത്തിരിക്കുന്നത്, ഇവിടെ പോസിറ്റീവ് കൊടുത്ത് 100 മാത്രം ഓണാവും. എല്ലാ LED ഇപ്പോൾ സ്വിച്ചിൽ കൂടെ ഒരുമിച്ച് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ LED മുഴുവൻ തെളിയും, ഫുൾ ഓണായിരിക്കും. കംപ്ലീറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ LED ഓഫായിരിക്കും. ഇനി നമ്പറിങ് സിസ്റ്റത്തിന് കുറച്ചുകൂടി എളുപ്പം മനസ്സിലാവാൻ വേണ്ടി അടുത്ത നമ്പറിങ് സിസ്റ്റം നോക്കാം. ഇത്രയും ഭാഗം മനസ്സിലായി എന്നിരിക്കുന്നു. അടുത്ത നമ്പറിങ് സിസ്റ്റം ഇതേ രീതി തന്നെ എക്സൽ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയറിലും കൂടി എങ്ങനെയാണ് നമ്പറിങ് സിസ്റ്റം നോക്കാം. നോക്കൂ, ഈ കാണുന്നതാണ് എക്സൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. മൊത്തം സ്ക്രീനിൽ നിങ്ങൾക്ക് നോക്കി കാണാം. ഇവിടെ ഒരുപാട് കോളങ്ങളില്ല, ABCDE ഇങ്ങനെ ഈ അറ്റത്ത് YZ, അത് കഴിഞ്ഞാൽ AB ഇങ്ങനെ പോകുന്നു. ഇതൊക്കെ ഓരോ LED ആണെന്ന് സങ്കല്പിച്ചോളൂ. ഈ ഒരു കോളം എന്ന് പറഞ്ഞാൽ ഒരു LED. അതുപോലെ താഴോട്ട് നോക്കൂ, 1 2 3 4 അങ്ങനെ 23 40 ഇങ്ങനെ താഴോട്ട് നീണ്ടു പോവാണ്. ഇത്രയും LEDs. അപ്പോൾ ആക്ച്വലി ഈ ഒരു മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 40 ഇൻറ്റു ഇത് ഏകദേശം എത്ര വരുന്നു, 26, ഇത്രയും ഒരു 500 അല്ലെ 1000ഓളം LED വരുന്ന ഒരു സ്ക്രീനാണിത്. ഇതൊക്കെ ഒരു വലിയ LED ആണെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ഇനി ഇതിൽ ഏതൊക്കെ LED തെളിയണം എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഓരോ ക്ലിക്ക് ചെയ്യുമ്പോഴും ഓരോ ഭാഗത്ത് ആ LED ഓൺ ആവുന്നു സങ്കല്പിച്ചോളൂ. ഇതിന് നമുക്ക് എങ്ങനെയാ പേര് വിളിക്കാൻ പറ്റുന്നത്? വളരെ ഈസി അല്ലേ. ഇത് ഇങ്ങനെ ഈ ഹൊറിസോണ്ടൽ വരുന്നത് A to Z താഴോട്ട് വരുന്നത് 40 വരും. അപ്പൊ ഇവിടെ M കണ്ടില്ലേ, ഏറ്റവും മുകളിൽ M ആണ്. M ആണ് ഹൊറിസോണ്ടലി M9, ഇവിടെ 9. അപ്പൊ 9ഉം M കൂടെ ജോയിന്റ് ആവുന്ന ഈ സ്ഥലം, ഈ LED പേര് M9. അതുപോലെ ഏത് LEDക്കും നമുക്ക് നമ്പർ ചെയ്യാലോ. ഇവിടെ X ഇവിടെ Xലേക്ക് എടുക്കുന്നു, ഇതിന്റെ നേരെ നമ്പർ എത്രയാന്ന് നോക്കുന്നു, ഇവിടെ 16, X16 എന്ന് പറഞ്ഞാൽ ഇത് വരുന്നു. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു LED പോലും ഇല്ല. ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ഇത്രയും LEDസിന് ആ വയർ അതിൻ്റെ ഡബിൾ ആയിരിക്കും. അത് മൊത്തം കോമൺ ആക്കി നമ്മൾ ഒരെണ്ണം നെഗറ്റീവിൽ കൊടുക്കുന്നു, ബാക്കിയൊക്കെ അത്രയും നമ്പർ ഓഫ് സ്വിച്ചുകളിൽ കൊടുക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ ഒരു എഴുതുന്നൊരു അക്ഷരം വരണമെങ്കിൽ 1 2 3 ഇങ്ങനെ, പിന്നെ താഴോട്ട് 1 2 3 4 ഇത്രയും ഭാഗത്ത് LED മാത്രം ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ 7 എന്നുള്ള അക്ഷരം വരും. അതുപോലെ ഏത് ചിത്രങ്ങൾ ഏത് ഭാഗത്തും വേണമെങ്കിൽ നമുക്ക് വരുത്താം. ഇപ്പം ഇങ്ങോട്ട് ലെഫ്റ്റ് കോർണറിലേക്ക് ഇവിടെയൊക്കെ ഇത് OPQന്റെ റേഞ്ചാണ്. ലെഫ്റ്റ് അടുപ്പിക്കുകയാണെങ്കിൽ ABC ഇങ്ങോട്ട് പോയാൽ മതി. അതുപോലെ ABC ഇവിടെ 7 ഇവിടെ ഫസ്റ്റ് വരണമെങ്കിൽ എന്ത് ചെയ്യാം, A1 B1 C1 ഓൺ ചെയ്യുന്നു. അതുപോലെ സിന്റെ താഴോട്ട് C1 C2 C3 അങ്ങനെ C ഒരു 9 വരെ. അപ്പം ഇവിടെ ഇങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ 7 എന്നുള്ള അക്ഷരം വന്നു. അതുപോലെ ചിത്രങ്ങളും അക്ഷരങ്ങളും ഒക്കെ LED ഉപയോഗിച്ച് തെളിയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു അക്ഷരം തെളിയണം, അതാണ് ഇപ്പോൾ നമ്മൾ ആവശ്യം. ഇപ്പോൾ സ്വിച്ചിലേക്ക് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, എല്ലാം പഠിച്ചു കഴിഞ്ഞു, അത്രയും ഭാഗം മനസ്സിലായി. ഇനി ഇവിടെ ഒരു അക്ഷരം തെളിയണമെങ്കിൽ എനിക്ക് 7 എന്നുള്ള അക്ഷരമാണ് വേണ്ടത്. ഇവിടെ 1 ഇവിടെ 128, അത്രയും മനസ്സിലായി. 7 എന്ന് പറയുമെങ്കിൽ ആദ്യം ഞാൻ തീരുമാനിക്കേണ്ടത് അതിൻ്റെ തിക്നെസ്, 7ൻ്റെ തിക്നെസ് എത്ര വേണമെന്നുള്ളതാണ്. 7ന് ഒരു LED വെച്ച് എനിക്ക് ചെയ്യാം, അപ്പം തിന്നായിരിക്കും. ഇത് മുഴുവൻ ഒരു LED വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ 2 LED എടുത്തുകൊണ്ട് എനിക്ക് ഡബിൾ ആക്കുമ്പോൾ കുറച്ചുകൂടി വീതി കൂടുതൽ കിട്ടും. ഒരു LED വെച്ച് ചെറിയ ലൈനായിരിക്കും, 2 LED വെച്ചാണ് എടുക്കുന്നത്, കുറച്ച് വീതി കൂടിയ ഒരു അക്ഷരം ഡിസൈൻ ചെയ്യാം, ചിത്രം ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് ആദ്യം 2 തീരുമാനങ്ങളാണ് അവിടെ എടുക്കേണ്ടത്. ഒന്നാമത്തെ തീരുമാനം, ഈ ബോർഡിൽ ഈ ഫ്രെയിമിൽ എവിടെയാണ് എനിക്ക് ഈ അക്ഷരം വരേണ്ടതെന്നുള്ളതാണ്. ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം, നടുക്ക് വരാം, അല്ലെ എവിടെ വേണമെങ്കിലും വരാം. അപ്പോൾ ആ പൊസിഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളതും ആ പൊസിഷനിൽ ഏതൊക്കെ LED ആണ് നമുക്ക് തെളിയേണ്ടത്, 7 എന്ന അക്ഷരം വരാൻ വേണ്ടി ഏതൊക്കെ തെളിയണമോ അതിലേക്കുള്ള സ്വിച്ചിലേക്ക് സപ്ലൈ കൊടുക്കുക. അപ്പം അങ്ങനെ പൊസിഷൻ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള LED മാത്രം ഓണാകുമ്പോൾ നമുക്കവിടെ 7 എന്നുള്ളൊരു അക്ഷരം തെളിയും. ഇങ്ങനെയാണ് ബോർഡിൽ ഓരോ അക്ഷരങ്ങളും തെളിയുന്നത്. ഇതിന് കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഏകദേശം പിക്ചർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒരക്ഷരം ഈ LED ഉപയോഗിച്ച് നമുക്ക് ഇനി 7 ആവാം, അല്ലെ മലയാള അക്ഷരങ്ങളാവാം, ചിത്രങ്ങളാവാം, ആ ഭാഗങ്ങളിലൊക്കെ LED ഓണായിരിക്കുകയും മറ്റു ഭാഗത്തൊക്കെ ഓഫായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇതിനകത്ത് അക്ഷരങ്ങൾ തെളിയുന്നത്. അപ്പോൾ അതിനുള്ള സ്വിച്ച് ഇവിടെ നമുക്ക് 128 സ്വിച്ചിനെ സ്വിച്ചിങ് ചെയ്തുകൊണ്ടാണ് ഇത് സാധിക്കുന്നത്. ആകെ 256 വയറിൽ 128 കോമൺ ആയിട്ട് ഗ്രൗണ്ട് ചെയ്തു, പിന്നെ 128 സ്വിച്ചിലേക്ക് വരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആദ്യത്തേത്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നടക്കാം.
അടുത്ത ഘട്ടം എന്ന് പറയുന്ന സമയത്ത് ഇനി വയറുകളുടെ എണ്ണം കുറയ്ക്കുക, എത്രത്തോളം കുറയ്ക്കാൻ കഴിയുന്നുള്ളതിന് ഒരുപാട് രീതികളുണ്ട്. മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയും, മൾട്ടിപ്ലക്സിംഗ് എന്ന് പറയും, അങ്ങനെ രീതി വരുന്നുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരാനുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ ഒക്കെ കൂടി കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല. ആദ്യം ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് മൾട്ടിപ്ലക്സിലേക്ക് കിടക്കാം. പിന്നെ അതുകൂടാതെ തന്നെ ഡോട്ട് മാട്രിക്സ് എന്ന് പറയും, ഡോട്ട് മാട്രിക്സ് TRIX, ഡോട്ട് മാട്രിക്സ് വയറിങ്. ഇത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം കോമൺ പഠിച്ചതിന് ശേഷം വേണം നമുക്ക് ഡോട്ട് മാട്രിക്സ് പഠിക്കാൻ, പിന്നെ മൾട്ടിപ്ലക്സിന് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു അക്ഷരങ്ങളെ അല്ലെ ചിത്രം എങ്ങനെ മോണിറ്ററിൽ വരണം എന്നുള്ളത് 16x8 വെച്ച് നമ്മൾ അതിനെടുത്തു. ഇനി നമ്മളിപ്പോൾ ഈ കൊടുത്ത ഫ്രെയിമിൽ ഞാൻ ഒരു LED ഒരു പേര് കൊടുക്കാൻ പോവുകയാണ്. ഇതിൻ്റെ പേരാണ് പിക്സൽ, PIXEL. ഒരു LED ഒരു പേര് കൊടുക്കുന്നു, പിക്സൽ. അപ്പം LED-ൻ്റെ എണ്ണം കൂടുന്തോറും ഫ്രെയിമിൻ്റെ വലുപ്പം കൂടും. അപ്പോൾ നമ്പർ ഓഫ് പിക്സൽസ്, LED-കളുടെ എണ്ണം വർദ്ധിക്കും തോറും ബോർഡ് വലുതാവും. ബോർഡ് വലുതാക്കാൻ 2 മാർഗ്ഗങ്ങളാണ്. ഒന്ന് LED-ന് വലുപ്പം കൂട്ടാം, 2 LED-ന് എണ്ണം കൂട്ടാം. ഇപ്പം ഞാൻ 32 എടുത്തതിന് പകരം 200 LED അല്ല 250 LED ഹൊറിസോണ്ടലും അതിലൊരു 150 LED വെർട്ടിക്കലും എടുക്കണം. അങ്ങനെ നമുക്ക് ബോർഡിൻ്റെ വലുപ്പം കൂട്ടാൻ സാധിക്കും. 2 രീതിയിലും സാധിക്കും. പ്രിയ പ്രേക്ഷകരെ, വീഡിയോ ദൈർഘ്യം കൂടുമെന്നതിനാൽ തൽക്കാലം നിർത്തട്ടെ. വീണ്ടും ഈ വീഡിയോയുടെ ബാക്കി ഭാഗവുമായി കാണുന്നവരെ ശുഭാശംസകൾ. ഗുഡ് ബൈ.